വെൽക്കം ടു ഐ ഹബ് സ്കൂൾ ഓഫ് ലേണിംഗ്. ഞാൻ ഭാഗ്യലക്ഷ്മി. എൻ്റെ പേര് നിവാൻ. And ഞാൻ മീനാക്ഷി. Together, we three are the faculties of IHUB School of Learning, and our goal is to guide students and bring awareness about robotics and teaching them about the fundamentals and things that you need in order to succeed and build up a career as a robotics engineer. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് 10 ദിവസത്തെ ഒരു റോസ് ചലഞ്ചുമായിട്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബിഗ് ഹീറോ 6 എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ ബേമാക്സ് എന്ന് പറഞ്ഞൊരു റോബോട്ട് ഉണ്ട്. ഈ റോബോട്ട് നമുക്ക് എപ്പോഴെങ്കിലും തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന്, അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലത്തെ ഒരു റോബോട്ട് അല്ല, പക്ഷെ ഞാനൊക്കെ വീട്ടിൽ മടി പിടിച്ചിരിക്കുമ്പോൾ വാക്യൂം റോബോട്ട്സ് ഇല്ല ഇപ്പോഴത്തെ, അതുപോലത്തെ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മീനാക്ഷി മാമോ? ഇതുപോലെ അല്ലെങ്കിലും ഇൻസ്റ്റ റീൽസിലൂടെ ഫുഡ് ഡെലിവറി റോബോട്ട്സ് കണ്ടില്ലേ? അപ്പോ അതേപോലത്തെ ഒരു റോബോട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു 10 days റോസ് ചാലഞ്ച്. സോ വെൽക്കം ടു ഡേ 1 ഓഫ് 10 days റോസ് ചാലഞ്ച്. അപ്പൊ എന്താണ് റോസ്? നമ്മൾ എങ്ങനെയാണ് റോസിലേക്ക് എത്തിയത്? അപ്പോൾ ഇന്നത്തെ ഡേ ആൻഡ് ഏജിൽ കുറേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കുറേ സെൻസേഴ്സുകളൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെയാണ് റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് റോസ് എന്നും ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. എനിക്ക് എന്നും ഈ റോസ് എന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നിവാൻ സാർ പറഞ്ഞു. അപ്പോൾ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ഇത് കോമൺലി എല്ലാവർക്കും പറഞ്ഞൊരു ഡൗട്ടാണ്, റോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോന്ന്. ബട്ട് അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. നമുക്ക് ഷോർട്ടായിട്ട് പറയാം, അതൊരു മെറ്റാ ഓയസ് ആണ്. കാരണം അത് തന്നെ പല ഓയസ് ലൈക്ക് വിൻഡോസ്, ഉബണ്ടു എന്ന ഓയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതൊരു ഓയസിൻ്റെതായ എല്ലാ സപ്പോർട്ടുകളും തരും. നമുക്ക് ഹാർഡ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യാം, പല തരത്തിലുള്ള അൽഗോരിതംസ് ബിൽഡ് ചെയ്യാം. ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് റോസ്. സോ റോസിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ആ റോസിന്റെ ഫ്രെയിം വർക്കിന്റെ പ്രോട്ടോടൈപ്പ് സ്റ്റാൻഫോർഡ് AI എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തത് വില്ലോ ഗാരേജ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അല്ലേ നിവാൻ സാർ? അതെ, പക്ഷെ ഇപ്പോ റോസ് കറന്റ്ലി ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്ക് ആയിട്ടാണ് പ്ലാറ്റ്ഫോം. അത് മാത്രമല്ല, അതൊരു എക്കോസിസ്റ്റം ആണെന്ന് പറയാം. അതായത് റോസിനകത്ത് നമുക്ക് സിമുലേഷൻസ് ചെയ്യാനായിട്ടും പിന്നെ എന്ത് ടോപ്പിക്സുകളൊക്കെ ആണെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റോസ്. അതിന് വേണ്ടിയിട്ട് ഇവർ റിയൽ ടൈം കമ്പ്യൂട്ടിംഗ് ആൻഡ് മൾട്ടി ത്രെഡിങ് പ്രോസസ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് റോസ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ റോസിന്റെ ഇമ്പോർട്ടൻസ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അറിഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എവിടെയൊക്കെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത്. റോസ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ റോബോട്ടിക്സ് പ്ലാറ്റ്ഫോമിന് ഒരു ബാക്ക് ബോൺ ആയിട്ട് വേണ്ടിയിട്ടായിരുന്നു. അതായത് റോബോട്ടിക്സ് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിരുന്നു. അപ്പോൾ ഇതിന് താങ്ങാനായിട്ട് വേണ്ടി ഒരു കോർ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് വന്നു. അതുകൊണ്ട് റോസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പല പല ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ വരുന്നവർക്കും ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ എക്കോസിസ്റ്റം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോജക്ട്സുകളും എല്ലാം ഇതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈസിലി നമുക്ക് പല പല ഡിഫറെൻറ്റ് ഡൊമൈൻസിലുള്ള ഡെവലപ്പേഴ്സായിട്ട് മിങ്കിൾ ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് പാക്കേജിങ് ഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മീനാക്ഷി മാം, ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോയിലടക്കം കുട്ടികൾ ഇപ്പോൾ റാസ്ബെറി പൈ അതുപോലെ തന്നെ അഡ്രിനോ വെച്ചിട്ട് പ്രൊജക്ട്സ് ചെയ്യുകയാണ്. പക്ഷെ അതിലൊന്നും റോസ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എവിടെയാണ് ഈ റോസിന്റെ ഇമ്പോർട്ടൻസ് വരിക? നമുക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്ത് ഇംപ്ലിമെന്റ് ആക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. ബേസിക് എംബഡഡ് കോഡിംഗ് വെച്ചിട്ടായാലും നമുക്ക് ചെയ്തിരിക്കാം. പക്ഷെ ഇപ്പോൾ വരുന്നത് നമുക്കൊരു ഫിസിക്കൽ AI വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ഫ്രെയിം വർക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ബേസിക് ഫ്രെയിം വർക്ക്സ്, നമ്മുടെ ബേസിക് മൈക്രോ കൺട്രോൾ ബോർഡ്സ് ഒന്നും പറ്റില്ല. അപ്പൊ എന്താ, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹൈ എൻഡ് ഫ്രെയിം വർക്ക് വേണം. അതിനെയാണ് റോസ് കൂടുതലും ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ ജോബ് മാർക്കറ്റിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഡെവലപ്പേഴ്സിന് ഭയങ്കര ക്ഷാമമാണ് ഇപ്പോൾ. ബിക്കോസ് ആർക്കും ഇത്രയ്ക്കും അതിനെപ്പറ്റിയുള്ള ഒരു നോളേജ് അവയർനെസ്സും ഇതുവരെ വന്നിട്ടില്ല.
അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു മേഖലയാണ് നമുക്ക് ഇനി പെർസ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബിഗിനർ ആണെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും റോസിലേക്ക് കയറുന്ന മുമ്പായിട്ട് എന്തെങ്കിലും പ്രീ റിക്വസൈറ്റ്സ് ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു റോസ് പഠിക്കാൻ പാഷനില്ല ആർക്കും റോസ് പഠിക്കാം അല്ലെ മീനാക്ഷി മാം? അതെ, ഇച്ചിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി പൈത്തൺ അല്ലെങ്കിൽ C++ അറിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ റോസിൻ്റെതായ പല ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. ബട്ട് ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അത് ഒട്ടും ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്കത് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലായ കുറവുണ്ടാവും. ഡോക്യുമെന്റേഷൻ ആയിക്കോട്ടെ, മറ്റ് യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു മാർജിൻ ബ്രേക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ 10 days റോസ് ചാലഞ്ചിൽ ഉദ്ദേശിക്കുന്നതും നമ്മൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് റോസിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാം അല്ലേ? അപ്പോൾ അതുവരെ Wait, let me sit down.